വെൽക്കം ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അസ്ലം ബിൻ അഷ്റഫ്. ഗൈസ്, അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് റിയൽമിയുടെ നാർസോ 13A. രണ്ട് കളേഴ്സിലാണ് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. ലേസർ ബ്ലൂ അതുപോലെ തന്നെ ലേസർ ബ്ലാക്ക്. ഈ രണ്ട് കളേഴ്സിലാണ് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. ഗൈസ്, ആദ്യമായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ പ്രൊസസ്സറിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ 9000 രൂപയ്ക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് നല്ലൊരു പ്രൊസസ്സർ തന്നെയാണ് ഈ ഒരു ഹീലിയോ G85 എന്ന് പറയുന്ന പ്രൊസസ്സർ. 12nm ഒക്ടാകോർ പ്രൊസസ്സറാണിത്. നമുക്ക് ഗെയിമിംഗ് ആയിക്കോട്ടെ, ഇപ്പോൾ മറ്റേത് ഹെവി ഗെയിംസൊക്കെ ആയിക്കോട്ടെ, നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു പ്രൊസസ്സറിനെ അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. എഡിറ്റിങ്ങും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ലൈറ്റ് മോഷൻ പോലെയുള്ള സോഫ്റ്റ്വെയർസൊക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ 9000 രൂപയ്ക്ക് കിട്ടാവുന്നതിൽ വെച്ച് നല്ലൊരു പ്രൊസസ്സർ തന്നെയാണ് ഈ ഒരു മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G85 പ്രൊസസ്സർ. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ 6000 mAh ഒരു വലിയ ബാറ്ററിയാണ്. പക്ഷേ ഇത് വലിയൊരു ഫീച്ചറായിട്ട് പറയാനുള്ളതല്ല. കാരണം റിയൽമിയുടെ ഒട്ടുമിക്ക മൊബൈൽ ഫോണുകളിലും 10000 രൂപ സെഗ്മെൻറ്റിൽ ഒരു 6000 അല്ലെങ്കിൽ 5000 mAh ബാറ്ററി റിയൽമി മസ്റ്റായിട്ട് കൊടുക്കുന്നതാണ്. പക്ഷേ ഇതിൽ എടുത്ത് പറയേണ്ട വേറൊരു കാര്യം, നമുക്കിതിൽ ടൈപ്പ് സി പോർട്ടാണ് നൽകിയിരിക്കുന്നത്. സാധാരണ മൈക്രോ USB പോർട്ട് വിട്ടിട്ട് ഒരു കളി റിയൽമി കളിക്കാത്തതാണ്. പക്ഷേ ഇതൊരു നമുക്കൊരു 18 വാട്ടിൻ്റെ ടൈപ്പ് സി ക്വിക്ക് ചാർജറാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ പറയാൻ സാധിക്കും. ഇനി ക്യാമറ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ 3 ക്യാമറയാണ് ലഭിക്കുന്നത്. 3 ക്യാമറ അതുപോലെ തന്നെ ഒരു ഫ്ലാഷ് ലൈറ്റ് അടങ്ങിയ ഒരു സ്ക്വയർ ടൈപ്പിലുള്ള ഡിസൈനാണ് ഈ ഒരു ക്യാമറ സെറ്റപ്പ് നൽകിയിരിക്കുന്നത്. 13 മെഗാപിക്സലിൻ്റെ പ്രൈമറി ക്യാമറയാണ്. അതിൽ നൈറ്റ് മോഡൊക്കെ എനേബിൾ ആയിട്ടുള്ളതാണ്. സാധാരണ ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ 12 അല്ലെങ്കിൽ 13 മെഗാപിക്സൽ ക്യാമറ തന്നെയാണ് ഒട്ടുമിക്ക മൊബൈൽ ഫോണുകളും പ്രൊവൈഡ് ചെയ്യുന്നത്. ഫ്രണ്ട് ക്യാമറയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 8 മെഗാപിക്സലിൻ്റെ ഒരു ഷൂട്ടറാണ് ലഭിക്കുന്നത്. അത്യാവശ്യം ഈ ഒരു ബഡ്ജറ്റിലുള്ള ഇപ്പോൾ പോക്കോ M2 അതുപോലെ തന്നെ മറ്റ് മൊബൈൽ ഫോണുകൾ കമ്പയർ ചെയ്താലും ഈ ഒരു സെയിം സ്പെസിഫിക്കേഷനാണ് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിയൽമി നാർസോ 13A എന്ന് പറയുന്ന മൊബൈൽ ഫോണിൻ്റെ ക്യാമറ സെറ്റപ്പ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഈ ഒരു ബഡ്ജറ്റിൽ ലഭിക്കുന്ന എല്ലാ മൊബൈൽ ഫോണുകൾക്കും ഈ ഒരു സെയിം ക്വാളിറ്റി തന്നെയാണ് ക്യാമറ നൽകുന്നത്. കാരണം ഒരു 12 മെഗാപിക്സൽ അല്ലെങ്കിൽ 13 മെഗാപിക്സൽ ക്യാമറ കിട്ടും. അത് ഫ്രണ്ട് ക്യാമറ ആകുമ്പോൾ ഒരു 8 മെഗാപിക്സൽ ക്യാമറയാണ് സാധാരണ ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ എല്ലാ മൊബൈൽ ഫോണുകളും പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ സാധാരണ റിയൽമി കൊടുക്കാറുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു മൊബൈൽ ഫോണിലും ഉണ്ട്. ഇതിൽ നമുക്ക് 2 സിം കാർഡും അപ്പോൾ ഓവറോൾ പറയാനുള്ളത് 9000 രൂപയാണ് നിങ്ങളുടെ ബഡ്ജറ്റ് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു റിയൽമി നാർസോ 13A സെലക്ട് ചെയ്യുക. കാരണം നല്ലൊരു ടൈപ്പ് സി പോർട്ടും അതുപോലെ തന്നെ ഒരു 6000 mAh വലിയ ബാറ്ററി, നല്ലൊരു ഡിസ്പ്ലേ, അതുപോലെ തന്നെ നല്ലൊരു ക്യാമറ സെറ്റപ്പ് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ഫീച്ചേഴ്സ് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് റെഡ്മിയുടെ ഒരുപാട് ഫോണുകളും അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ റെഡ്മി 9 പ്രൈം ഒക്കെ ഉണ്ട് ഈ ഒരു ബഡ്ജറ്റ് ലഭിക്കുന്നത്. 9500 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫോണിനോട് MI ഫോണിനോടൊക്കെ കുറച്ചും കൂടി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് MIയിലേക്ക് പോകാം. അല്ലെങ്കിൽ ഈ റിയൽമി നാർസോ 13A ചൂസ് ചെയ്യാം. നല്ലൊരു മൊബൈൽ ഫോൺ തന്നെയാണ് റിയൽമി നാർസോ 13A. ഇനി കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്തതിന് ശേഷം മാത്രമേ അറിയാൻ സാധിക്കൂ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടുതൽ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുകയുള്ളൂ. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സൈനിങ് ഔട്ട്.